നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാർക്കസ് റാഷ്ഫോർഡ് ടു FC ബാഴ്സലോണ. ആരാധകർ അതിൻ്റെ എന്താണ് അതിലെ കാര്യം, യാഥാർത്ഥ്യം എന്നൊക്കെ അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന സമയമാണല്ലോ. ഇന്നലെ ഫബ്രിസിയോ റൊമാനോയും അതിനെക്കുറിച്ച് ചില അപ്ഡേറ്റുകൾ നൽകിയിരുന്നു. ഇപ്പോൾ എന്താണ് ഡീലിൻ്റെ കണ്ടീഷൻ, നമ്മൾ അതുകൂടി ഒന്ന് പരിശോധിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം യുവാൻ മാർട്ടി ഒരു റിപ്പോർട്ട് ഇട്ടിരുന്നു. അതാണ് പിന്നെ ഫബ്രിസിയോ റൊമാനോ എടുത്ത് അദ്ദേഹത്തെ യുവാൻ മാർട്ടിയെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ് ചെയ്തത്. അതിൽ പറയുന്നത് മാർക്കസ് റാഷ്ഫോർഡിൻ്റെ ക്യാമ്പ് ബാഴ്സലോണ ഡയറക്ടർ ഡെക്കോയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ലിസ്ബണിലാണ് ആ ഒരു ചർച്ച നടന്നത്. അപ്പം അതിൽ ബാഴ്സലോണ റാഷ്ഫോർഡിനെ സൈൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. റാഷ്ഫോർഡ് ആവട്ടെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. കാരണം അറിയാമല്ലോ ഇപ്പോൾ റൂബൻ അമോറിം എങ്ങനെയാണ് റാഷ്ഫോർഡിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് ക്ലബ്ബിൽ നിന്ന് പുറത്തു പോകാൻ താല്പര്യമുണ്ട്, ബാഴ്സലോണക്ക് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ബാഴ്സയുടെ സാഹചര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ അത് വെച്ചുകൊണ്ട് എറിക് ഗാർഷ്യ കോമോയിലേക്കോ അതുപോലെ തന്നെ കോമോ ആൻഡ് ജിറോണ, അതിനിടയിലാണ് ഇപ്പോൾ എറിക് ഗാർഷ്യയുടെ പോക്കിൻ്റെ കാര്യം നിൽക്കുന്നത്. അതുപോലെ തന്നെ അൻസു ഫാറ്റിയുടെ സിറ്റുവേഷൻ, ഈ കാര്യങ്ങളിനെ ബന്ധപ്പെടുത്തി മാത്രമേ റാഷ്ഫോർഡിനെ സൈൻ ചെയ്യുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ ബാഴ്സലോണക്ക്. അപ്പം ബറൂസിയ ഡോട്ട്മുണ്ട് എന്തായാലും സ്റ്റിൽ ഈ ഒരു ഡീലിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടേക്ക് റാഷ്ഫോർഡ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഫൈനൽ തീരുമാനം വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബാഴ്സലോണ ഡയറക്ടർ ഡെക്കോയോട് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ പുതിയ കോൺട്രാക്ട്സിൽ ഫുള്ളി ഫോക്കസ്ഡ് ആണ്. ദെൻ ഇനി ടീമിനെ റീഇൻഫോഴ്സ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും താരങ്ങളെ കൊണ്ടുവരികയും ചെയ്യും. കോച്ച് എന്തായാലും ഇപ്പോൾ സ്ക്വാഡിൽ ഹാപ്പിയാണ്. സോ ഫ്യൂച്ചർ ഡിസിഷൻസ് പിന്നീടാണ് എടുക്കുക എന്നാണ് ഡെക്കോ ഒന്നും വിട്ടു പറയാൻ തയ്യാറായില്ല എന്നർത്ഥം. അതേസമയം ഹെലന കോണ്ടിസ് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് ബാഴ്സലോണക്ക് 5-6 ദിവസത്തെ സമയം, അതായത് 5 to 6 days സമയമാണ് ഇപ്പോൾ റാഷ്ഫോർഡിൻ്റെ ക്യാമ്പ് കൊടുത്തിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ ഒരു കൺഫർമേഷൻ പറയണം ബാഴ്സലോണക്ക് റാഷ്ഫോർഡിനെ സൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഇതിൽ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. സംഗതി അവർ തമ്മിൽ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.